PC വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത? ചൂഷണം. സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായത് 463 വർഷങ്ങളോളമാണ്. അതായത് 1498 മുതൽ 1961 വരെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600-ലാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602-ലാണ്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616-ലാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664-ലാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അവസാനമായെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിർണായക സ്വാധീനം നേടിയ യുദ്ധമാണ് 1757-ലെ പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു നടന്നത്? സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേര് കമ്പനി ബഹദൂർ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധമാണ് മറാത്ത യുദ്ധങ്ങൾ അഥവാ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽ പെട്ടവരാണ്. പ്രൈമേറ്റുകൾ. മനുഷ്യരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സസ്തനികളാണ് പ്രൈമേറ്റുകൾ. പ്രൈമേറ്റുകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ വനം പ്രദേശങ്ങളിലാണ്. മറ്റ് സസ്തനികളേക്കാൾ പ്രൈമേറ്റുകൾക്കുള്ള പ്രത്യേകത വലിയ മസ്തിഷ്കമാണ്. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ മസീനി. ഇറ്റലിയുടെ ഏകീകരണത്തിനായി പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളാണ് കാർബണാരി, യങ് ഇറ്റലി. ഇറ്റാലിയൻ ദേശീയതയുടെ പ്രധാന നായകൻ ജോസഫ് മസീനി, ഗാരിബാൾഡി. ഇറ്റലിയുടെ ഏകീകരണം നടന്ന വർഷം 1870. ജർമ്മനിയിലെ 38ഓളം കൊച്ചു നാട്ടുരാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ വ്യാപാര സഖ്യമാണ് സോൾവെറിൻ. ജർമ്മനിയുടെ ഏകീകരണം നടന്ന വർഷം 1871. 1882 ത്രിരാഷ്ട്ര സഖ്യം രൂപീകരിച്ച രാജ്യങ്ങളാണ് ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്തു വിളിക്കുന്നു? കാപ്പിരി. ദക്ഷിണാഫ്രിക്കയിലെ തദ്ദേശീയ ജനത അറിയപ്പെടുന്നത് ബുഷ്മൻ എന്നാണ്. സെൽറ്റിക് ഭാഷകളെക്കുറിച്ച് സംസാരിക്കുകയും സാംസ്കാരിക സാമ്യം പുലർത്തുകയും ചെയ്ത ഇരുമ്പ് യുഗത്തിലും മധ്യകാല യൂറോപ്പിലുമുള്ള ഇൻഡോ യൂറോപ്യൻ ജനതയാണ് സെൽറ്റുകൾ. ജീവൻ്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ. ജീവൻ്റെ ഉത്ഭവം സമുദ്രത്തിൽ നിന്നാണ് എന്ന് പരികൽപ്പന നൽകിയത് ഒപ്പാരിൻ ഹാൽഡെയ്ൻ. ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് എബയോജെനിസിസ്. പരിണാമചിന്തയെ ഒരു സിദ്ധാന്ത രൂപത്തിൽ ആദ്യമായി ആവിഷ്കരിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡി വ്രീസ് ആണ്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമശാസ്ത്രത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയ ദ്വീപ് ഗാലപ്പാഗോസ്. ഡാർവിൻ ഡേ ഫെബ്രുവരി 12.
1889 രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം പാരീസ്. രണ്ടാം ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1889 ജൂലൈ 14. രണ്ടാം ഇൻ്റർനാഷണലിൽ പങ്കെടുത്ത പ്രമുഖ ഇന്ത്യൻ നേതാവാണ് ദാദാഭായ് നവറോജി. 1891 ഇൻ്റർനാഷണലിൻ്റെ രണ്ടാം സമ്മേളനം നടന്നത് ബ്രസൽസ്. രണ്ടാം ഇൻ്റർനാഷണൽ പ്രഖ്യാപിച്ച പ്രധാന ദിനമാണ് തൊഴിലാളി ദിനമായ മെയ് 1. ഓർക്കുക, രണ്ടാം ഇൻ്റർനാഷണൽ സ്ഥാപിതമായത് 1889 ജൂലൈ 14 അതിൻ്റെ രണ്ടാം സമ്മേളനം നടക്കുന്നത് 1891 അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് റഷ്യ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ ആരംഭിക്കപ്പെട്ട വംശീയ പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി നിലവിൽ വന്ന വർഷം 1898. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ലെനിൻ. റഷ്യക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, തുർക്കി, സർദീനിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം. ക്രിമിയൻ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. 1856 പാരീസ് ഉടമ്പടി. ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വംശീയ പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കപ്പെട്ട വംശീയ പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെയാണ്. ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം എന്നീ സൈനിക സഖ്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ത്രികക്ഷി സഖ്യങ്ങൾ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണം ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിൻ്റെ വധമാണ്. ഫ്രാൻസിസ് ഫെർഡിനൻഡ് വധിക്കപ്പെട്ട നഗരമാണ് സാരായാവോ. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സമാധാന ഉടമ്പടികൾ രൂപം കൊണ്ട സ്ഥലമാണ് പാരീസ്. ഒന്നാം ലോക മഹായുദ്ധ ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യം ജർമ്മനിയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൽഗകൾ. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കുന്ന സസ്യശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ്. സസ്യകോശം കണ്ടെത്തിയത് എം.ജെ. ഷ്ലീഡനാണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. ചലനങ്ങൾക്ക് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് ജെ.സി. ബോസ് ആണ്. ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം റോക്സ്ബർഗ്. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. മാംസ്യസംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശങ്ങളാണ് റൈബോസോമുകൾ. സസ്യകോശങ്ങളിൽ കാണുന്ന പച്ച നിറത്തിന് ജൈവകണങ്ങളാണ് ഹരിതകം. ഒരു ഫംഗസും ആൽഗയും സഹജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സസ്യവർഗമാണ്
ലൈക്കനുകൾ. ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി. എല്ലാ സസ്യവർഗങ്ങളെക്കുറിച്ചും ജന്തുവർഗങ്ങളെക്കുറിച്ചുമുള്ള പാരിസ്ഥിതിക പഠനമാണ് സൈനക്കോളജി. മനുഷ്യൻ്റെ ഏത് പ്രവർത്തനമാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? സമുദ്ര മലിനീകരണം. ആണവ അവശിഷ്ടങ്ങളുടെ പുറംതള്ളൽ, ധാതു എണ്ണയുടെ ചോർച്ച, താപമലിനീകരണം എന്നിവയാണ് സമുദ്ര മലിനീകരണത്തിന് കാരണം. സമുദ്ര മലിനീകരണം തടയാൻ രൂപീകരിച്ച സംഘടനയാണ് ലണ്ടൻ കൺവെൻഷൻ ആൻഡ് പ്രോട്ടോക്കോൾ. ലണ്ടൻ കൺവെൻഷൻ ആൻഡ് പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 1975 ചൈനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വിവിധ വിപ്ലവ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് സൺ യാറ്റ് സൺ രൂപീകരിച്ച സംഘടന ചൈനീസ് റവല്യൂഷണറി ലീഗ്. കറുപ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളാണ് ചൈന, ബ്രിട്ടൻ. ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911. ചുവപ്പ് സേന എന്ന പേരിൽ സൈന്യം രൂപീകരിച്ച രാജ്യമാണ് ചൈന. കരിംകുപ്പായക്കാർ എന്നറിയപ്പെടുന്ന സേനയ്ക്ക് രൂപം നൽകിയ വ്യക്തിയാണ് മുസോളിനി. ബ്രൗൺ കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന സേനയ്ക്ക് രൂപം നൽകിയതോ അഡോൾഫ് ഹിറ്റ്ലർ. ചുവപ്പ് കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന സേനയ്ക്ക് രൂപം നൽകിയ വ്യക്തിയാണ് ഗാരിബാൽഡി. പസഫിക് സമുദ്രത്തിൽ ഏകദേശം എത്ര ദ്വീപുകൾ കാണപ്പെടുന്നു? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് ഇൻഫർമേഷൻസ് നോക്കാം. പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. മെലനേഷ്യൻ, മൈക്രോനേഷ്യ, മോളിനേഷ്യ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ന്യൂഗിനിയ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ന്യൂഗിനിയ. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ നീളം എത്രയാണ്? ഈ ചോദ്യവും PSC ക്യാൻസൽ ചെയ്തതാണ്. ഓപ്ഷൻസിൽ ആൻസർ ഇല്ലായിരുന്നു. 1600 കിലോമീറ്ററിൽ അധികമാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്നത്. ആഫ്രിക്കൻ ഫലകത്തിലെ തെക്കേ അമേരിക്കൻ ഫലകത്തെയും യൂറോപ്യൻ ഫലകത്തിലെ വടക്കേ അമേരിക്കൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റാണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. ഐറിഷ് ഫ്രീ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനം ഡബ്ലിൻ. സുനാമി എന്ന ജാപ്പനീസ് പദത്തിൻ്റെ അർത്ഥം? തുറമുഖ തിരമാലകൾ. സുനാമി ഇന്ത്യയിൽ ആഞ്ഞടിച്ച വർഷം 2004 ഡിസംബർ 26. സുനാമിയുടെ ഉത്ഭവ കേന്ദ്രം സുമാത്ര, ഇന്തോനേഷ്യ. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയിലെ കിരാതരൂപം നാസിസം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ രൂപം കൊണ്ട ശക്തമായ സംഘടനയാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അഥവാ നാസി. നാസി പാർട്ടിയുടെ പ്രധാന നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായ വർഷമാണ് 1933. ആത്മഹത്യയ്ക്ക് മുമ്പ് ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലറായി നിയമിച്ചത് ജോസഫ് ഗീബൽസ് ആണ്. ജൂതന്മാരുടെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലർ ആരംഭിച്ച ക്യാമ്പുകൾ അറിയപ്പെടുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്നാണ്. നാസി പാർട്ടി എന്നത് ഏതിൻ്റെ ചുരുക്കെഴുത്താണ്? നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ ചുരുക്കെഴുത്താണ് നാസി പാർട്ടി എന്നുള്ളത്. നാസികളുടെ ചിഹ്നം എന്ന് പറയുന്നത് സ്വസ്തികയാണ്. അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത് ഓസ്ട്രിയയിലാണ്.
നാസികൾ തങ്ങളുടെ ശത്രുക്കളായി കണക്കാക്കിയിരുന്നത് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ധീരമായി പൊരുതിയതിന് ഹിറ്റ്ലർക്ക് നൽകിയ ബഹുമതിയാണ് അയൺ ക്രോസ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത വർഷം 1945 ഏപ്രിൽ 30. സമുദ്രത്തിൻ്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്ത്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലനിരപ്പിലുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അറിയപ്പെടുന്നതാണ് വേലിയിറക്കവും വേലിയേറ്റവും. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനുമുള്ള ഒരു പ്രധാന കാരണം ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷബലവും ഭൂമിയുടെ ഭ്രമണബലമായി ഉണ്ടാകുന്ന അപകേന്ദ്രബലവുമാണ്. വേലികൾക്ക് ചന്ദ്രൻ്റെ ആകർഷണ ബലം മാത്രമല്ല കാരണമാകുന്നത്. സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും വേലികൾക്ക് കാരണമാകുന്നു. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്നതിനാൽ ചന്ദ്രൻ്റെ ആകർഷണം സൂര്യനെ അപേക്ഷിച്ച് വളരെ ശക്തമായിരിക്കും. സാധാരണ ദിവസങ്ങളിൽ എത്ര പ്രാവശ്യമാണ് വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 പ്രാവശ്യം. ലോകത്തിൽ ഏറ്റവും ഉയർന്ന വേലിയേറ്റം അനുഭവപ്പെടുന്ന കടലാണ് കാനഡയിലെ ഫണ്ടി ഉൾക്കടൽ. സമുദ്രജല വിതാനത്തിൻ്റെ ഉയർച്ചയെ വേലിയേറ്റമെന്ന് പറയുന്നു. ചന്ദ്രന് അഭിമുഖമായി ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നു. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിൻ്റെ ഫലമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന് വേലിയേറ്റമാകുന്നു. വേലിയേറ്റവും വേലിയിറക്കവും ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് കറുത്തവാവ്, വെളുത്തവാവ്. പൗർണമി, അമാവാസ്യ ദിവസങ്ങളിലെ വേലിയേറ്റം അനുഭവപ്പെടുന്നത് വാവുവേലി എന്നറിയപ്പെടുന്നു. 2 വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസമാണ് 12 മണിക്കൂർ 25 മിനിറ്റ്. ഇന്ത്യയിലെ പ്രധാന വേലിയേറ്റ തുറമുഖമാണ് കട്ല, ഗുജറാത്തിലെ കട്ല. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം. ഉന്നതി. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ബെർലിൻ. സോവിയറ്റ് യൂണിയൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ലെനിൻ. ലെനിൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകൃതമായ വർഷം 1922. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം 1991. ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ പട്ടണവുമാണ് ബെർലിൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിൻ്റെ അധിപൻ സെക്രട്ടറി ജനറൽ. രക്ഷാസമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത്. ഒരു സെക്രട്ടറി ജനറലിൻ്റെ ഭരണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 1941 ഉടമ്പടിയാണ്. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കളാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, US പ്രസിഡൻ്റായിരുന്നു. വിൽസൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായത് 1945 ഒക്ടോബർ 24-നാണ്. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് 1945 ഒക്ടോബർ 30. ഇന്ത്യയ്ക്കു വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. UN പതാകയുടെ നിറം ഇളം നീല നിറം. മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ് UN അതിൻ്റെ പതാക ആദ്യമായി പകുതി താഴ്ത്തിക്കെട്ടിയത്.
സ്വയംഭരണം ഇല്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. UN-ന്റെ കാലഹരണപ്പെട്ട പ്രധാന ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അഥവാ പരിരക്ഷണ സമിതി. UN-ന്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിക്കുന്നത് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിലായിരുന്നു. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ സമിതിയെ സസ്പെൻഡ് ചെയ്തത് 1994 ഏറ്റവും ഒടുവിലായി പരിരക്ഷ സമിതി വിട്ടുപോയ രാജ്യം പലാവു. UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. UN-ന്റെ ഭരണനയം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഘടകവും രക്ഷാസമിതിയാണ്. UN-ന്റെ ഏറ്റവും വലിയ ഘടകം പൊതുസഭയാണ്. ലോക പാർലമെന്റ് എന്ന് വിശേഷണമുള്ള UN-ന്റെ ഘടകമാണ് പൊതുസഭ. വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആര്? ആൽഫ്രഡ് വേഗ്നർ. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നറാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം വേഗ്നർ ആദ്യമായി അവതരിപ്പിച്ചത് 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ്. സിമാമണ്ഡലത്തിൻ്റെ ഉപരിതലത്തിലൂടെ വൻകരകൾ ഉൾപ്പെടുന്ന സിയാൽ മണ്ഡലം തെന്നിമാറുന്നു എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. വൻകരയുടെയും സമുദ്രങ്ങളുടെയും ഉത്ഭവം എന്ന പുസ്തകം രചിച്ചത് ആൽഫ്രഡ് വേഗ്നറാണ്. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനക്കയറ്റം, പരിണാമം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തങ്ങളാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തവും ഫലകചലന സിദ്ധാന്തവും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര് ഗോണ്ട്വാന ലാൻഡ്. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്തമനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡമാണ് പാൻജിയ. മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭൂഖണ്ഡവും പാൻജിയയാണ്. പാൻജിയയെ രണ്ടായി വിഭജിച്ചിരുന്ന സമുദ്രമാണ് തെതിസ്. ഈ പാൻജിയ വേർപെട്ടുണ്ടായ ഭൂഖണ്ഡങ്ങളാണ് ലൗറേഷ്യയും ഗോണ്ട്വാന ലാൻഡും. വടക്ക് ഭാഗം ലൗറേഷ്യയായും തെക്ക് ഭാഗം ഗോണ്ട്വാന ലാൻഡായും രൂപപ്പെട്ടു. ഈ ഗോണ്ട്വാന ലാൻഡിന് ആ പേര് നൽകിയത് എഡ്വേർഡ് സൂയസ് ആണ്. ഗോണ്ട്വാന ലാൻഡ് പൊട്ടിപ്പിളർന്നുണ്ടായ ഇന്നത്തെ ഭൂഖണ്ഡങ്ങളാണ് തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഏഷ്യ. ലൗറേഷ്യ പൊട്ടിപ്പിളർന്നുണ്ടായ ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്ക, യുറേഷ്യ അഥവാ യൂറോപ്പ്. പാൻജിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തെ അറിയപ്പെടുന്നത് പന്തലാസ. പാൻജിയയെ ചുറ്റിയുണ്ടായിരുന്ന മഹാസമുദ്രമാണ് പന്തലാസ. സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം ഓഷ്യാനോഗ്രാഫിയാണ്. സമുദ്രങ്ങളെല്ലാം ഉടലെടുത്തത് പന്തലാസ എന്ന മഹാസമുദ്രത്തിൽ നിന്നാണ്. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയതും കൂടുതൽ ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നതുമായ സമുദ്രമാണ് പസഫിക് സമുദ്രം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മംഗോളിയ. രണ്ടാം ലോകയുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1939 മുതൽ 1945 വരെയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾക്ക് ആയുധങ്ങൾ നൽകിയിരുന്ന രാജ്യം അമേരിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളാണ് അച്ചുതണ്ട് ശക്തികളും ഐക്യരാഷ്ട്രങ്ങളും. അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ്. ഐക്യരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ.
രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച സംഭവം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ്. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം ജപ്പാൻ്റെ പേൾ ഹാർബർ ആക്രമണമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനം കീഴടങ്ങിയ രാജ്യം ജപ്പാനാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോക മഹായുദ്ധമാണ്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് രണ്ടാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത് വുഡ്രോ വിൽസൺ ആണ്. ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്നത് 1945 ഓഗസ്റ്റ് 6-നാണ്. നാഗസാക്കിയിൽ അണുബോംബ് ആക്രമണം നടന്നത് 1945 ഓഗസ്റ്റ് 9-ന്. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് ഹിബാക്കുഷ്. ഏതു സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? യാട്ടാ സമ്മേളനം. യാട്ടാ സമ്മേളനം നടന്ന വർഷം 1945. യാട്ടാ സമ്മേളനത്തിൽ പങ്കെടുത്തത് വിൻസ്റ്റൺ ചർച്ചിൽ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ജോസഫ് സ്റ്റാലിൻ. UN-ൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് UN ചാർട്ടർ. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക സമ്മേളനം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. UN ചാർട്ടർ നിലവിൽ വന്ന തീയതി 1945 ഒക്ടോബർ 24. UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത് ഫീൽഡ് മാർഷൽ സ്മർട്സ് ആണ്. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടന ഏത്? ജനകീയ വിമോചന സേന. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം 1912 ആണ്. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ സൺ യാത്സൺ ആണ്. 1927 മുതൽ 1949 വരെ ചൈനയിൽ നാഷണലിസ്റ്റ് ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ നടന്ന പോരാട്ടമാണ് ചൈനീസ് ആഭ്യന്തര യുദ്ധം. പ്രസിദ്ധമായ കറുപ്പ് യുദ്ധം നടന്നത് ചൈനയും ബ്രിട്ടനും തമ്മിലാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് നഗരമാണ് ഹോങ്കോങ്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. കുമിങ്താങ് പാർട്ടി പ്രമുഖ പ്രവർത്തകനാണ് സൺ യാത്സൺ. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം 1954-ലാണ്. ഇന്ത്യയുമായി പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചൗ എൻ ലായ്. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം 1962. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനാണ് മാവോ സേ തൂങ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവ് മാവോ സേ തൂങ് ആണ്. അതുപോലെ വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് മാവോ സേ തൂങ് ആണ്. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് മഞ്ചു രാജവംശം. മഞ്ചു വംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ചൈനീസ് വിപ്ലവമാണ്. ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1921. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ചാൾസ് നിയമം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത പിണ്ഡമുള്ള വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് ആനുപാതികമായിരിക്കും എന്ന്
പ്രസ്താവിക്കുന്ന വാതക നിയമമാണ് ചാൾസ് നിയമം. നിയമം ആവിഷ്കരിച്ചത് ജാക്കസ് അലക്സാണ്ട്രെ ചാൾസ് ആണ്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം എന്നീ 3 നിയമങ്ങളും അനുസരിക്കുന്ന ഏതൊരു വാതകത്തെയും പറയുന്ന പേരാണ് സംയോജിത വാതകം അഥവാ ഐഡിയൽ ഗ്യാസ്. ഒരു ലെൻസിൻ്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. അതാണ് അതിൻ്റെ ഉത്തരം. ഈ ഉത്തരത്തിലോട്ട് എത്തുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ: ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തെ വിൽക്രമത്തെയാണ് ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമം, അതാണ് പവർ എന്ന് പറയുന്നത്. അതായത് പവർ P=1/f. എഫ് എന്ന് പറയുന്നത് ഫോക്കസ് ദൂരം. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ. ഡയോപ്റ്ററിനെ സൂചിപ്പിക്കാനാണ് D ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവുമായിരിക്കും. ചോദ്യത്തിൽ പവർ 2D എന്ന് തന്നിട്ടുണ്ട്. അതായത് പവർ P=1/f ആണ്. ഈ 1/f = 2. F = 1/2 = 0.5 മീറ്റർ, അതായത് 50 സെൻറ്റിമീറ്റർ. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നവ. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? പാഴ്സെക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാഴ്സെക്. ഒരു പാഴ്സെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അടിസ്ഥാനം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലമാണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 14.9 കോടി കിലോമീറ്ററാണ്. ഇനി നക്ഷത്രങ്ങൾക്കിടയിലേക്കുള്ള ദൂരം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. ഒരു പ്രകാശവർഷം കൊണ്ട് സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ആണ് പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.461 × 10⁻12 കിലോമീറ്ററാണ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം. ബ്രൗൺ എനർജി പ്രധാനമായും പരമ്പരാഗത ഊർജ സ്രോതസ്സുകളിൽ പെടുന്നു. ഇവ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു. കൽക്കരി, പെട്രോളിയം മുതലായവ ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ്. അതേസമയം ഗ്രീൻ എനർജി എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ വിഭാഗത്തിൽ പെടുന്നു. ഇവ പരിസ്ഥിതിക്ക് സൗഹാർദ്ദ ഊർജ സ്രോതസ്സുകളാണ്. സൗരോർജം, കാറ്റ്, തിരമാല, ബയോമാസ് തുടങ്ങിയവ ഗ്രീൻ എനർജി വിഭാഗത്തിൽ പെടുന്നു. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. പച്ചിരുമ്പ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തനിർമ്മാണത്തിനാവശ്യമായ ലോഹം നിയോഡിമിയം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരമാണ് ഓട് അഥവാ ബ്രോൺസ്. പാത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. മണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ബെൽ മെറ്റൽ. പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇൻബാർ. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രയുള്ളവ ഏതെല്ലാം? ഉത്തരം 36 ഗ്രാം ജലത്തിലും 34 ഗ്രാം അമോണിയയിലുമാണ് ഒരേ എണ്ണം തന്മാത്രയുള്ളവ. 1 ഗ്രാം മോളിക്കുലാർ മാസിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ്
അവഗാഡ്രോ നമ്പർ. ഒരു ഗ്രാം മോളിക്കുലാർ മാസിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. ഇത് 6.023 × 10⁻23 ഈക്വലായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏത്? കാൽസ്യം ക്ലോറൈഡ്. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. ജലം തിളപ്പിക്കുന്നതിലൂടെ താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കാം. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റുകൾ, ക്ലോറൈഡുകൾ, നൈട്രേറ്റുകൾ എന്നിവയാണ്. സ്വേദനത്തിലൂടെ ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാം. സോപ്പുകൾ കഠിനജലത്തിൽ പ്രവർത്തിക്കുന്നില്ല. കഠിനജലത്തിലും പ്രവർത്തിക്കുന്നത് ഡിറ്റർജൻറ്റുകളാണ്. ഘനജലം എന്നറിയപ്പെടുന്നത് ഡ്യൂറ്റീരിയം ഓക്സൈഡാണ്. ആദ്യമായി കൃത്രിമ ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. ജലം ഒരു സംയുക്തമാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ജലത്തെയാണ്. 17R35 എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഉത്തരം 18. അതായത് മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ്. അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ആറ്റത്തിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ്. ചോദ്യത്തിൽ പ്രോട്ടോൺ 17ഉം അതുപോലെ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ മാസ് നമ്പർ 35 തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടോണായ 17ൻ്റെ കൂടെ ന്യൂട്രോണുകളുടെ എണ്ണം കൂട്ടുമ്പോഴാണ് 35 മാസ് നമ്പർ കിട്ടുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ന്യൂട്രോണുകളുടെ എണ്ണം 18. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡിൻ്റെ രാസസൂത്രം V2O5. രാസപ്രവർത്തനത്തിന് വിധേയമാകാതെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ നിർണ്ണയിക്കുന്ന രാസവസ്തുക്കളാണ് ഉൽപ്രേരകങ്ങൾ. ആധുനിക ആവർത്തന പട്ടികയിൽ S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. പ്രാതിനിധ്യ മൂലകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ. റേഡിയോ ആക്റ്റീവായ അലസവാതകമാണ് റഡോൺ. സിറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ എ. സിറോഫ്താൽമിയ ബാധിക്കുന്ന ശരീരത്തിലെ ഭാഗം കണ്ണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത അഥവാ മാലക്കണ്ണ്, സിറോഫ്താൽമിയ. നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയുടെ മറ്റൊരു പേരാണ് ഡാർട്ടനിസം. ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫങ്കാണ്. കണ്ണിന് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ എ ആണ്. ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന വിറ്റാമിൻ എ ആണ്. അതുപോലെ കരളിൽ സംഭരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. തേനിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ ആണ്. പാലിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനും എ ആണ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. പ്രോവൈറ്റമിൻ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ത്വക്ക്. ത്വക്കിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്.
ത്വക്കിൻ്റെ പുറംപാളിയാണ് എപ്പിഡെർമിസ്. മെലാനിൻ്റെ കൂടുതൽ മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം അഥവാ വെള്ളപ്പാണ്ട്. ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ എക്സിമ, മെലനോമ, സോറിയാസിസ്, ആൽബിനിസം. ഒരു സസ്യ ഹോർമോണാണ് ഡാഷ്. ഗിബ്ബർലിൻ. സസ്യങ്ങളുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോണാണ് ഗിബ്ബർലിൻ. സസ്യകാണ്ഡത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. വാതക രൂപത്തിൽ കാണപ്പെടുന്ന സസ്യ ഹോർമോണാണ് എഥിലിൻ. പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ. സസ്യത്തിലെ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കുന്നത് അബ്സിസിക് ആസിഡ്. തേങ്ങാവെള്ളത്തിൽ സമൃദ്ധമായി കാണുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻ. ഏതു വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? കുരുമുളക്. കേരള കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ പന്നിയൂറാണ്. വിജയി കുരുമുളകിൻ്റെ മറ്റൊരു ഇനമാണ്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത്? ഫംഗസ്. മണ്ടരി രോഗം ബാധിക്കുന്നത് നാളികേരം. മഹാളി രോഗം ബാധിക്കുന്നത് കവുങ്ങിനെ. മൊസൈക്ക് രോഗം ഒരു വൈറസ് ബാധയാണ്. തെങ്ങിൻ്റെ കൂമ്പുചീയലിനു കാരണം ഫംഗസ് ആണ്. കാറ്റുവീഴ്ച ബാധിക്കുന്ന വിള തെങ്ങ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം മെനിഞ്ചസ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ദ്രവം സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ജ്ഞാനേന്ദ്രിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ്. മനുഷ്യനിൽ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവ വെച്ചിട്ടാണ്. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ഡി ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം കാൽസ്യം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് കാപ്സ്യൂൾ. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? മരിച്ചീനി. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് സ്മോൾ പോക്സ് എന്ന രോഗം പ്രതിരോധിക്കുവാനാണ്. 1796 സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയത്.